ഇന്ന് നമുക്ക് ഭോപ്പാലിലേക്കൊരു യാത്രയായാലോ. കേരളത്തിൽ ആരും നടക്കാത്ത കുറേ നടപ്പാലങ്ങൾ നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി, ഈ മന്ത്രി മാത്രമല്ല മുൻ മന്ത്രിമാരും കൂടെ ചേർന്ന് നമ്മുടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഒക്കെ ചെയ്യുന്ന കാണാം. നേമത്തൊന്നുണ്ട്, അത് അടിപ്പാതയാണ്, ആരും നടക്കാത്തൊരു അടിപ്പാത. കിഴക്കേക്കോട്ടയുണ്ട്, പട്ടത്തുണ്ട്, തിരുവല്ലത്തുണ്ട്. ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറേ പാതകളുണ്ടാക്കി കുറേ PWD കോൺട്രാക്ടർമാരൊക്കെ നന്നായി. അപ്പോഴാണ് നരേന്ദ്രമോദിജി ദേശീയ തലത്തിൽ വിസ്മയ കാഴ്ചകൾ ഒരുക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ റെയിൽ തുരങ്കം, ഏറ്റവും വലിയ റെയിൽ ഫ്ലൈ ഓവർ, ഇതെല്ലാം ഇന്ത്യയുടെ സ്വന്തം ഒന്നാണ് നമ്മുടെ റെക്കോർഡിലൊക്കെ കാണുന്നത്. നല്ലത്. തിരിച്ച് ഈ BJP തന്നെ ഭരിക്കുന്ന ഭോപ്പാലിൽ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജ് പണിയുന്നുണ്ട്. 2 വർഷമായിട്ട് അതിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ട് 2023 തുടങ്ങിയ പരിപാടിയാണ്. ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജാണ്. ഐഷ്ബാഗിലും സ്റ്റേഡിയത്തിനും കുറുകെ ഉള്ള ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജാണ് ഈ സംഭവം. 648 മീറ്ററാണ് അതിൻ്റെ ലെങ്ത്. 8.5 അടി 8.5 മീറ്റർ വീതിയുണ്ട്. 18 കോടി രൂപയ്ക്കാണ് ഈ ബ്രിഡ്ജ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ 90 ഡിഗ്രിയിലുള്ള ഒരു പാലമാണ്. ഈ പാലത്തിൽ കൂടെ ഒരു വണ്ടിക്കും പോകാൻ പറ്റില്ല എന്ന് ഒരുമാതിരിപ്പെട്ട വിദ്യാഭ്യാസമുള്ളവർക്കൊക്കെ മനസ്സിലാവും. പിന്നെ നമുക്കൊരു ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 കോടി രൂപ ചിലവാക്കിയതല്ലേ, 2 വീലേഴ്സിനെ ഒരു 1 വേ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കുറച്ച് പേർക്ക് നടപ്പാലമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വേറൊന്നിനും ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമ്മുടെ എൻജിനീയറിംഗ് വിസ്മയ ലോകത്തിലെ മഹാമണ്ഡത്തരമായിട്ട് നമുക്ക് ഈ പാലം ഓർക്കപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നന്ദി, നമസ്കാരം.